നമസ്കാരം. എല്ലാവർക്കും വോയിസ് ഓഫ് ഹരിഹുസൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 ഞാനങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടു. ഒരു രക്ഷയില്ല, അടിപൊളി പടം. ഇതിൻ്റെ മേക്കിംഗ് ആണ് പറയാനുള്ളത്. ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല, അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ ക്യാരക്ടർ ലീഡ് ചെയ്തിരിക്കുന്നത് രുക്മിണി വസന്താണ്. നമ്മുടെ മദിരാസിയുടെയൊക്കെ സെയിം എന്താ പറയുക ആക്ട്രസ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടനുണ്ട്. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന് കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ നിന്ന് പോയിട്ട് പുറത്ത് പോയി ചെയ്തൊരു പടത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സിനിമ. അദ്ദേഹത്തിനെ കുറേ രീതിയിൽ എന്താ പറയുക യൂസ് ചെയ്യാത്ത രീതിയിൽ കുറേ പടങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി. എനിക്കൊന്നും തന്നെ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ഒരു രക്ഷയില്ല. അദ്ദേഹം കിട്ടിയ റോള് നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് അഭിമാനിക്കാം അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചത് കാണുമ്പോൾ. കൊള്ളാം. ഇനി ഈ സിനിമയുടെ ഏറ്റവും നല്ല പോസിറ്റീവ് ഞാൻ പറയട്ടെ, മേക്കിംഗ് ആണ്. മേക്കിംഗ് വിഷ്വലി ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. ഒരു ഗ്രാൻഡ് എക്സ്പീരിയൻസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊജക്ഷനിലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു നല്ലൊരു തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്കത് വല്ലാത്തൊരു രോമാഞ്ചമായിരിക്കും ഇതിലെ ഓരോ സീൻസും. സീൻ ബൈ സീൻ ഞാൻ പറയാം. ഈ സിനിമയിൽ എന്താ പറയുക, തുടക്കം എഴുതി കാണിക്കുന്ന തൊട്ട് ഒടുക്കം വരെയുള്ള വിഷ്വലി ഒരു രക്ഷയില്ല. BGMs ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പറയുമ്പോൾ കണ്ട കാര്യം എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ലാഗുണ്ട്. കാര്യം സിനിമ ഒന്ന് സ്റ്റോറി ഡെവലപ്പ് ആയി വരുന്നുണ്ട്, ലാഗുണ്ട്. സ്റ്റോറി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് ചില കാര്യങ്ങളൊക്കെ. കാര്യം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചിന്തിക്കുന്ന പോലെ വലിയ മലമറിക്കുന്ന രീതിയിലുള്ള അതിന് മാത്രം വലിയ സ്റ്റോറിയൊന്നുമില്ല. നമുക്ക് ഏകദേശമൊക്കെ ചിന്തിച്ചാൽ കിട്ടാവുന്ന കഥയൊക്കെ ഉള്ളൂ ഇതിനകത്ത്. അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ സ്പോയിലറായി പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ പടത്തിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഇതിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു രാജവംശം, അന്നത്തെ അവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാർ, പിന്നെ കാന്താര എന്ന നാട്ടിലെ ആൾക്കാർ, ഇവർ തമ്മിലുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യുന്നതും, കച്ചവടത്തിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക കുരുമുളക് കാര്യങ്ങൾ കൊടുക്കണു, പകരം വേറെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അതായത് നമ്മൾ ഇന്നിപ്പോൾ പൈസയാണ് മാറണമെങ്കിൽ അന്ന് അതിന് മൂല്യമായിട്ടുള്ള വേറെ കാര്യങ്ങൾ കൊടുക്കണു. അപ്പോൾ ഒരു ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറയും, നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. കൊള്ളാം. ആ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ കുറച്ച് കോമഡി കുറച്ച് കയറി വരുന്നുണ്ട്. കാര്യം സിറ്റുവേഷൻ കോമഡിയാണ്, അതിന് പറ്റിയ രീതിയിലുള്ള കോമഡി കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയബിൾ ആയിട്ട് തോന്നും. പക്ഷെ ചില സ്ഥലത്ത് കോമഡി കയറി വന്നത് എനിക്ക് അത്രയും കൂടെ എന്തൊക്കെയോ ഒരു ഇതുപോലെ തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ലൈമാക്സിലുള്ള ഒരു രംഗത്തിലൊക്കെ കുറച്ച് കോമഡി അനാവശ്യമായോ എന്ന രീതിയിലൊക്കെ എനിക്ക് തോന്നി. പ്രോബ്ലം ഇല്ല, അതൊന്നും നമുക്കങ്ങനെ തോന്നില്ല. കാരണം സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊന്നും നമുക്കൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനും പറ്റില്ല കേട്ടോ. കാര്യം അത് സിനിമയുടെ കഥയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, കുഴപ്പമില്ല, എന്തോ ആവട്ടെ. പിന്നെ ഇതിൽ ധാരാളം ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റുകളൊന്നും ഞാൻ പറയാനുള്ള, അതൊക്കെ പറഞ്ഞ എല്ലാം സ്പോയിലറായി പോകും. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ കൊള്ളാം. ജയറാമേട്ടൻ്റെ കാലം അത്യാവശ്യം നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കാണാനുണ്ട് കേട്ടോ, കൊള്ളാം. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല കേട്ടോ. അദ്ദേഹം ഫസ്റ്റ് ആ കാന്താര എന്ന സിനിമയ്ക്ക് ഉള്ള ആ ക്ലൈമാക്സ് പോർഷൻ്റെ എക്സ്റ്റൻഡ് സാധനമാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. കുറേ സീക്വൻസിൽ പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. കാര്യം നമ്മളെ രോമാഞ്ചം കൊള്ളിക്കും. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞ സീൻസ് ഉണ്ട് ഇതിൽ. ചില രംഗങ്ങൾ കാണുമ്പോൾ കൊള്ളാം. പിന്നെ ഇൻ്റർവെല്ലിന് മുമ്പുള്ള ഒരു ആനിമേഷൻ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ അകത്തുള്ള ഒരു സീൻസാണ്. ഇതൊരു എന്താ പറയുക, ഈ ഒരു കാന്താര എന്നൊരു വില്ലേജിനെ രാജവംശത്തിൽ നിന്ന് മാത്രമല്ല വേറൊരു വംശത്തിൽ നിന്നും കൂടെ ഉള്ള കുറേ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് കാണാം. ഈ പറഞ്ഞ പോലെ കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം കുറച്ചൊക്കെ കത്തിയായിരുന്നു ഇത് എവിടെ ചെന്ന് കയറി നിൽക്കും എന്നുള്ളത്, എന്തായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് കണ്ടു തുടങ്ങിയപ്പോഴേ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. അതുകൊണ്ട് കഥ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല കഥയ്ക്കകത്ത്. കുഴപ്പമില്ല. സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. കൊള്ളാം, നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെന്താ പറയുക, കാസ്റ്റ് ബൈ പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ കുറേ കാസ്റ്റിങ്സ് ഉണ്ട്, കോമഡി ഹാൻഡിൽ ചെയ്യുന്ന കാസ്റ്റിങ്സ് ഉണ്ട്, അവരൊക്കെ കൊള്ളാം. ഡബിങ്ങും കുഴപ്പമില്ല. ചില സ്ഥലത്തൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ തോന്നി, എന്നാലും കുഴപ്പമില്ല. ഓവറോൾ നോക്കുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് എടുത്തേക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. ഇപ്പോൾ ഹോംബാലെ പ്രൊഡക്ഷൻസിൻ്റെ മിക്ക മലയാളത്തിലേക്ക് വന്ന സിനിമകൾ ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള അവരുടെ സിനിമകളിൽ കാണുന്ന ഒരു ഡബ്ബിങ് രീതികൾ കാര്യങ്ങളൊക്കെ ഇതിലും
എനിക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നി. കുഴപ്പമില്ല, നല്ലതാണ്. ഒരുപാട് മോശം എന്ന് പറയാനില്ല, പക്ഷെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് 2 മണിക്കൂർ 48 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് എനിക്ക് തോന്നുന്നു. നെറ്റിലൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം ടൈമുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിയേറ്ററിൽ പോയി ആസ്വദിച്ചിരുന്ന് കാണാനുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണണമെന്നുണ്ട്. കൊള്ളാം. കാര്യം ഞാൻ കണ്ട ഒരു പ്രൊജക്ഷൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം തിയേറ്റർ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ തിയേറ്ററിൽ ഒന്നുകൂടെ കാണണമെന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാൻ തോന്നുന്നു. കാര്യം അതിലുണ്ട് കേട്ടോ, അതിനുള്ള റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഫസ്റ്റ് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി സിനിമ കാണാം. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം എല്ലാവരും കാണാം. താങ്ക് യു.